ഹായ് ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആട്ടോ ഫോർ ഓണം എക്സാം. അപ്പോൾ എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലൈഫ് ഇൻ വില്ലേജസ് ആണ്. ഇമാജിൻ യു ആർ പ്രിപ്പയറിംഗ് ഫോർ എ ട്രിപ്പ് ടു എ റൂറൽ വില്ലേജ്. നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ റൂറൽ വില്ലേജിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഐറ്റംസ് വുഡ് യു പാക്ക് ഫോർ ദ ട്രിപ്പ്? നിങ്ങൾ എന്തൊക്കെ ഐറ്റംസ് ആയിരിക്കും പാക്ക് ചെയ്യുക? ആൻഡ് വൈ ആർ ദ ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടായിരിക്കും അത് ഇത്ര ഇമ്പോർട്ടൻറ്റ്? ഐ വുഡ് പാക്ക് comfortable clothes, sturdy shoes, a first aid kit and a notebook for observation. എന്തെല്ലാം ഞാൻ പാക്ക് ചെയ്യും? എനിക്ക് കംഫർട്ടായിട്ടുള്ള ക്ലോത്ത്സ്, വസ്ത്രങ്ങൾ, പിന്നെ ഷൂസ്, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, പിന്നെ ഒരു നോട്ട്ബുക്കും അല്ലേ, അവിടെ കണ്ട കാഴ്ചകൾ എഴുതാൻ. These are important for practical reason like comfort, safety and the ability to document the experience. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് വേണ്ടി, സേഫ്റ്റി ആവാനും എനിക്ക് കംഫർട്ടായിട്ടുള്ള കാര്യങ്ങളും ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ കരുതുന്നത്. ഇനി ഹൗ ഡു യു തിങ്ക് വില്ലേജ് ലൈഫ് ഡിഫർ ഫ്രം സിറ്റി ലൈഫ്? നിങ്ങൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് വില്ലേജ് ലൈഫ് സിറ്റി ലൈഫിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന്? വില്ലേജ് ലൈഫ് ഈസ് ഓഫ്റ്റൻ സ്ലോവർ പേസ്ഡ് വിത്ത് ക്ലോസർ കമ്മ്യൂണിറ്റി ടൈസ് ആൻഡ് മോർ ഇൻട്രാക്ഷൻ വിത്ത് നാച്ചർ കമ്പയർഡ് ടു ദ ഫാസ്റ്റ് പേസ്ഡ് ടെക്നോളജി ഡ്രൈവൻ ലൈഫ് ഇൻ സിറ്റീസ്. അല്ലേ, സ്വാഭാവികമായിട്ടും നമുക്കറിയാം സിറ്റി ലൈഫും അതിൽ നിന്നും വില്ലേജ് ലൈഫ് ഒരുപാട് വ്യത്യാസമാണ് അല്ലേ. വില്ലേജ് ലൈഫിൽ കുറച്ചും കൂടി എന്താവും, നേച്ചറുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ടാകും അല്ലേ. അത്രയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റിഫ്ലക്റ്റ് ഓൺ യുവർ എക്സ്പീരിയൻസ് വിസിറ്റിംഗ് എ വില്ലേജ്. വാട്ട് ആസ്പെക്ട്സ് ഫോർ വില്ലേജ് ലൈഫ് ഡിഡ് യു ഫൈൻഡ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്? എന്തൊക്കെയാണ്? ദ സിംപ്ലിസിറ്റി ഓഫ് ലൈഫ്, ദ കണക്ഷൻസ് ഓഫ് നാച്ചർ ആൻഡ് ദ സ്ട്രോങ് സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി വർ ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട്സ് ഓഫ് വില്ലേജ് ലൈഫ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു ദ പീപ്പിൾ ഇൻ ദ വില്ലേജ് ലിവ് ആൻഡ് വർക്ക് ഡിഫറെൻ്റ്ലി ഫ്രം ദോസ് ഇൻ എ സിറ്റി? എന്തൊക്കെയാണ്? വില്ലേജസ് ഓഫ്റ്റൻ എൻഗേജ്ഡ് ഇൻ ഫാമിംഗ്, handicraft and other manual labor, while city dwellers are more likely to work in offices, shops or industries. Early human settlements. Think about the early human settlements. What were some reasons early humans chose specific locations for their settlements? എന്തൊക്കെയാണ്? ഏർലി ഹ്യൂമൻ ചോസ് ലൊക്കേഷൻസ് നിയർ വാട്ടർ സോഴ്സ്, ഫെർട്ടൈൽ ലാൻഡ് ആൻഡ് ഏരിയാസ് ദാറ്റ് പ്രൊവൈഡഡ് പ്രൊട്ടക്ഷൻ ഫ്രം പ്രെഡാറ്റേഴ്സ് ആൻഡ് ഹാർഷ് വെതർ. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ എബിലിറ്റി ഓഫ് റിസോഴ്സസ് ഇൻഫ്ലുവൻസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദീസ് സെറ്റിൽമെൻറ്റ്സ്? ദ availability of water, fertile soil and natural resources like wood and stone influenced where settlements were established and how they developed. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ട്രാൻസിഷൻ ഫ്രം nomadic life to settled communities. എന്താണ്? ദ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ദ ഡൊമസ്റ്റിക്കേഷൻസ് ഓഫ് ആനിമൽസ് allowed humans to settle in one place, leading to the growth of villages and towns. Next question, how did the development of agriculture change the structure of these early communities? എന്താണ് ആൻസർ? Agriculture provided a stable food supply which supported larger populations and led to the development of more complex social structures. അടുത്തത് ഹിസ്റ്റോറിക്കൽ ചേഞ്ചസ് ആണ്. കൺസിഡർ ഹൗ ഏർലി ഹ്യൂമൻസ് ലിവ്ഡ്. ക്വസ്റ്റ്യൻ, വാട്ട് വേർ സം ഏർലി മെത്തേഡ്സ് ഹ്യൂമൻസ് യൂസ്ഡ് ടു ഒബ്റ്റെയിൻ ഫുഡ്? എന്തൊക്കെയാണ്? ഹ്യൂമൻസ് ഇനീഷ്യലി റിലീഡ് ഓൺ ഗ്യാതറിംഗ് വൈൽഡ് ഫ്രൂട്ട്സ്, നട്ട്സ് ആൻഡ് ഹണ്ടിങ് ആനിമൽസ്. ആസ് ദേ ഡെവലപ്ഡ് ടൂൾസ് ആൻഡ് ഡിസ്കവേർഡ് fire, they began cooking food, which led to significant shift in their lifestyle. അടുത്ത ക്വസ്റ്റ്യൻ, how did the discovery of fire and other advancement changes human life?
എന്താണ് ആൻസർ? ദ ഡിസ്കവറി ഓഫ് ഫയർ പ്രൊവൈഡഡ് വാം പ്രൊട്ടക്ഷൻ ആൻഡ് ദ എബിലിറ്റി ടു കുക്ക് ഫുഡ് വിച്ച് ഇംപ്രൂവ്ഡ് ഹെൽത്ത് ആൻഡ് സർവൈവൽ റേറ്റ്സ്. തിങ്ക് അബൌട്ട് സോഷ്യൽ മൂവ്മെൻറ്റ് ഇൻ ഹിസ്റ്ററി. അതിൽ വാട്ട് ക്യാൻ സോഷ്യൽ മൂവ്മെൻറ്റ് ടെൽ us about the society at that time? എന്താണ് ആൻസർ? മൂവ്മെൻറ്റ്സ് സച്ച് ആസ് ദ ഫൈറ്റ് ഫോർ ഈക്വാലിറ്റി highlight the challenge faced by certain groups and the efforts to overcome these challenges. 12th question. How have such movements contributed to changes in society? These moments have often led to significant social changes such as the abolition of unjust practices and the promotion of human rights. അടുത്തത് എൻവയോൺമെൻറ്റൽ സ്റ്റുവർഷിപ്പ്. എന്താണ്? സ്റ്റുവാർഡ്ഷിപ്പ് ആണ് കേട്ടോ. നാച്ചുറൽ റിസോഴ്സസ് ആർ വൈറ്റൽ ഫോർ അവർ സർവൈവൽ. 13th question. Identify 3 types of natural resources and explain their importance in daily life. ഏതൊക്കെയാണ് 3 types of natural resources? വാട്ടർ, ഫോറസ്റ്റ്, മിനറൽ. വാട്ടർ എന്താ? എസെൻഷ്യൽ ഫോർ ഡ്രിങ്കിങ്, അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. ഫോറസ്റ്റ് എന്താ? പ്രൊവൈഡിങ് ഓക്സിജൻ, ടിമ്പർ ആൻഡ് ഹാബിറ്റൽ ഫോർ വൈൽഡ് ലൈഫ്. മിനറലോ? യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് എനർജി പ്രൊഡക്ഷൻ. 14th question. What are some of the consequences of overusing these resources? Overuse can lead to resources depletion, environmental degradation, and loss of biodiversity. Water is crucial resources. എന്താണ്? ഡിസ്കസ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കൺസേർവ് വാട്ടർ ഇൻ അവർ ഡെയിലി ലൈഫ്. എന്തൊക്കെയാണ്? വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ ഫോംസ് ഓഫ് ലൈഫ് ആൻഡ് കൺസേർവിങ് ഇറ്റ് എൻഷ്യൂർസ് that future generations will have access to these critical resources. 16th question. What simple actions can help in water conservation? Fixing leaks, using water saving devices and practicing mindful water usage in daily activities. Mindful ആണ് കേട്ടോ. അടുത്തത് ലോക്കൽ മാർക്കറ്റ്സ് ആൻഡ് ട്രേഡ് ആണ്. മാർക്കറ്റ്സ് ആർ എസെൻഷ്യൽ ഇൻ ബോത്ത് റൂറൽ ആൻഡ് അർബൻ ഏരിയാസ്. ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് ലോക്കൽ മാർക്കറ്റ്സ് ഇൻ എ കമ്മ്യൂണിറ്റി. എന്തൊക്കെയാണ്? ലോക്കൽ മാർക്കറ്റ്സ് സെർവ് ആസ് എ ഹബ് ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ്, പ്രൊവൈഡിങ് ഇൻകം ഫോർ വെൻഡേഴ്സ് ആൻഡ് ആക്സസ് ടു ഫ്രഷ് ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഐറ്റംസ് ഫോർ ബയേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഇൻ ദീസ് മാർക്കറ്റ്സ്? ദേ സപ്പോർട്ട്സ് ദ ലോക്കൽ എക്കണോമി, റെഡ്യൂസ് ദ നീഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ആൻഡ് പ്രൊമോട്ട് സോഷ്യൽ ഇൻ്ററാക്ഷൻസ്. Trade has evolved over time. Explain how the barter system worked in ancient times. In ancient times, people exchanged goods and services directly without using money. For example, a farmer might trade grain for tools made by a blacksmith. Another question. What are the advantages and disadvantages of bartering compared to using money? Bartering allows for direct exchange without money, but it can be inefficient if the needs of the parties involved do not match. അടുത്ത ഫുഡ് ആൻഡ് സൊസൈറ്റി ആണ്. ഫുഡ് ഈസ് എ ഫണ്ടമെൻ്റൽ പാർട്ട് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി. ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് ഏർലി ഹ്യൂമൻസ് ട്രാൻസിഷൻ ഫ്രം ഹണ്ടിങ് ആൻഡ് ഗ്യാദറിങ് ടു ഫാർമിംഗ്? Early humans began to domesticate plants and animals, leading to the development of agriculture. This allowed them to settle in one place and form communities. Another question. What were some of the first crops cultivated by humans? Early crops included grains like wheat and barley, which were
easy to store and provided a stable food source. Social issues related to food have excited throughout history. How have people historically addressed the issue of food inequality? Throughout history, various social movements have fought for equal access to food, challenging systems that deprived certain groups of adequate nutrition. അടുത്ത question, what can we do today to ensure that everyone has access to sufficient food? We can address food inequality by supporting food distribution programs, reducing food waste, and promoting sustainable agriculture. Employment and economy ആണ്. Employment plays a key role in society. List different types of jobs and explain how they contribute to the economy. 8 to 5 agriculture, farming and animals husbandry provide food and raw materials. Industry or manufacturing goods for domestic use and export. Services, healthcare, education and retail contribute to the economy by meeting the needs of the population. 26th question, what is the difference between jobs related to agriculture and those in other sector? എന്താണ് ആൻസർ? അഗ്രികൾച്ചർ ജോബ്സ് ഇൻവോൾവ് വർക്കിംഗ് ഡയറക്ട്ലി വിത്ത് നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് ക്രോപ്സ് ആൻഡ് ലൈവ് സ്റ്റോക്ക്, while non-agricultural jobs include manufacturing, services and technology. Self-employment is an important part in the economy. Self-employment ആണ്. അടുത്ത question, what are the benefits of self-employment for individuals and communities? Self-employment provides financial independence, allows individuals to pursue their passions and contributes to local economies by creating jobs. അടുത്ത question, can you provide examples of successful self-employment ventures? എന്താണ്? Examples include small businesses like tailoring shops, food stalls or online services started by individuals. അടുത്തത് നോക്കാം. Traditional clothing. Clothing has evolved over time. Question, what material did ancient people use for clothing? Early clothing was made from natural materials like animal skin, tree barks and leaves. As societies developed, they began weaving fabrics from cotton, wool and flax. അടുത്ത question, how did the development of weaving and dyeing techniques change the way people dressed? The development of these techniques allowed for the creation of more durable and colorful clothing, reflecting social status and cultural identity. അടുത്തത്, clothing has played a role in social movements. Questions, how has clothing been used as a symbol in social and political movements? എന്താണ്? Clothing has been used as a symbol in movements like India's freedom struggle, where khadi became a symbol of resistance against British rule. 32 question, why is it important to understand the historical significance of traditional clothing? എന്താണ്? Understanding traditional clothing help us appreciate the cultural and political context in which these garments were worn and how they continue to influence fashion today. അപ്പോൾ മക്കളെ, ഇത്രയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. നന്നായിട്ട് നിങ്ങൾ കണ്ടൻറ്റ് മനസ്സിലാക്കി പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓണം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്.